തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ തിരുവോണപ്പാട്ട്. അങ്ങനെ ന്യൂസ് സ്റ്റുഡിയോയിലും റിപ്പോർട്ടേഴ്സും എല്ലാം പാട്ടുമായി നിറയും ഈ മണിക്കൂറിൽ. കാളിദാസ് ഉണ്ട് നമ്മോടൊപ്പം. കാളിദാസ്, എന്റെ പാട്ട് എങ്ങനെയുണ്ട്? എത്ര മാർക്ക് തരാം? നമുക്കത് മറ്റൊരു ചർച്ചയിലേക്ക് വെക്കുന്നതായിരിക്കും നല്ലത്. തേടമ്പേറിന് വിട്ടോ? തേടമ്പേറിന് വിട്ടുകൊടുക്കേണ്ട സാഹചര്യമുണ്ട്. എന്തായാലും നമുക്ക് ഇന്നെന്തായാലും തിരുവോണമായിട്ട് വിജി എന്തായാലും നല്ലൊരു തുടക്കം തന്നെയായിരുന്നു. കാരണം ഒരു തിരുവോണ പാട്ടുമായിട്ട് എന്തായാലും തുടങ്ങി. വേണമെങ്കിൽ ഞാൻ ഇവിടുന്നും ഒരു പാട്ടുമായിട്ട് ഒപ്പം ചേരുകയാണ്. ബാക്കി നമുക്ക് പിന്നെ മറ്റ് ബ്യൂറോകളിലേക്കൊക്കെ മറ്റ് റിപ്പോർട്ടർമാരുണ്ട്, നമുക്കെല്ലാം അതിലോട്ടെല്ലാം പോകേണ്ടതുണ്ട്. ഏത് പാട്ടാണ് പാടുന്നത്? ഞാനിപ്പം തിരുവോണം എന്ന് പറയുമ്പം ആദ്യം മനസ്സിൽ വരുന്നത് തിരുവോണവുമായി ബന്ധപ്പെട്ട് പണ്ട് ശ്രീകുമാരൻ തമ്പി സാർ എഴുതിയൊരു പാട്ടുണ്ട്, തിരുവോണ പുലരിതൻ തിരുമുൾ കാഴ്ച വാങ്ങാൻ എന്ന് പറഞ്ഞൊരു പാട്ട്. അടിപൊളി പാട്ടാ. അതാണ്. അപ്പം ഞാൻ അതൊരു 2 വരി പാടുകയാണ്. ഒരു 4-5 വരി പാടിക്കോ. 4-5 വരി എന്നാ അങ്ങനെ. തിരുവോണപ്പുലരിതൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി, തിരുമേനി എഴുന്നള്ളും സമയമായി ഹൃദയങ്ങളണിഞ്ഞൊരുങ്ങി, ഒരുങ്ങി ഹൃദയങ്ങളണിഞ്ഞൊരുങ്ങി. ഉത്രാടം പൂക്കും നിന്നുച്ചിയിൽ പൊൻവെയിൽ ഇത്തിരി പൊന്നുരുക്കി, ഇത്തിരി പൊന്നുരുക്കി. കോടി മുണ്ടൊടുത്തും കൊണ്ടോടി നടക്കുന്ന കോമള ബാലനാമോണക്കിളി, ഓണക്കിളി, ഓണക്കിളി. എങ്ങനെയുണ്ട് ഫിജി? അടിപൊളി. ഇത് കാളിദാസിനെ തൃശ്ശൂർ പൂരത്തിൽ നമ്മൾ റിപ്പോർട്ടിങ്ങിന് വിട്ടപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഡെസ്കിൽ നിന്ന് പറയായിരുന്നു, ഈ കാളിദാസ് എന്നുള്ള പേരുണ്ടല്ലോ, അപ്പോൾ കാളിദാസനെ എഴുന്നള്ളിക്കാൻ മാത്രമല്ല, ആർഭാടത്തോടെ ഇങ്ങനെ നെറ്റിപ്പട്ടങ്ങൾ കെട്ടി എഴുന്നള്ളിക്കാൻ മാത്രമല്ല, കാളിദാസിനെ മറ്റു പലതിനും കൊള്ളാം. ഇതുപോലെ പാട്ട് പാടാനും അല്ലെങ്കിൽ ഒരു അണിഞ്ഞൊരുങ്ങി അല്ലെങ്കിൽ അവന്റെ കലാവാസന എല്ലാം പുറത്തെടുക്കാൻ കൊള്ളാം എന്ന് പറയായിരുന്നു. ശരിയാണോ അത്? പൊളിക്കണോ? ഉച്ചി പൊളിക്കേണ്ടി വരുമോ? ചിറക്കൽ കാളിദാസ് എന്നൊക്കെ പറയുന്നത് പോലെ. കാളിദാസ് നമ്മുടെ കുടുംബമേളയ്ക്ക്, ഓണാഘോഷത്തിന് കുടുംബമേളയ്ക്ക് പാടിയ പാട്ടുണ്ടല്ലോ, അതൊന്ന് പാടാവോ? നമ്മളത് വിഷ്വലൊക്കെ കൊടുത്തിരുന്നു രാവിലെ. അതും കൂടെ 2 വരി പാടാം. അല്ലെങ്കിൽ അതും കൂടെ ഒന്നുമല്ല, കാളിദാസിനെ മാക്സിമം പാടിച്ചിട്ട് ഇവിടുന്ന് വിടുള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ. മൊഴികളും മൗനങ്ങളും മിഴികളും തമ്മിൽ തമ്മിൽ ഓർമ്മകൾ ആരും കാണാതെ പൂവണിഞ്ഞു, ഇളം തെന്നലെ മഞ്ഞു പൂക്കളെ കുളിരോളമേ നിറവാനമേ, ഇത് മുമ്പ് നാം പ്രണയാദ്രമായി പറയാൻ മറന്ന കഥയോ. ഓക്കെ അല്ലേ? ഓക്കെയാണ്, അടിപൊളിയാണ് ഇത്. പക്ഷേ ഞാൻ മറ്റേ തേടമ്പേറൊന്നും വിട്ടിട്ടില്ല. അടിപൊളി പാട്ടാണ്, സൂപ്പറാണ് കേട്ടോ. ഞാൻ നല്ല മാർക്ക് തരുന്നുണ്ട്. ഞാനൊരു പാട്ട് പാടിയപ്പോഴാണ് കാളിദാസ് അത് തേടമ്പേർക്ക് വിടുന്നു എന്ന് പറയുന്നത്. പിന്നെ ഈ സംഗീതം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ദൈവദത്തമാണ് അല്ലേ? സംഗീതം നമുക്ക് പഠിച്ച് അതിനെ പരിപോഷിപ്പിച്ച് പഠിച്ച് അതിൻ്റെ ഒരു ചട്ടക്കൂടിലേക്ക് വന്ന് അതിനെ ഒന്ന് പരിപോഷിപ്പിക്കാനേ പറ്റുള്ളൂ. അത് ദൈവിക ദത്തമാണെന്ന് തന്നെ പറയാം. കാളിദാസൻ സംഗീതം എത്രമായിട്ട് പഠിക്കുന്നുണ്ട്? ഈ ഒരു സംഗീതത്തോടുള്ള ഇഷ്ടം, അതിൻ്റെ ഒരു പ്രതിഫലനം ഒക്കെ എങ്ങനെയാണ്? ഞാൻ സംഗീതം ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു 4 വയസ്സ് 5 വയസ്സായപ്പോൾ തൊട്ട് ശാസ്ത്രീയമായിട്ട് പഠിച്ചു തുടങ്ങിയതാണ്. ഞാൻ ഒരു പുലിയുടെ മടയിൽനിന്നാണോ പഠിച്ചത്? പുലിയുടെ മടയിൽനിന്നാണോ പഠിച്ചത്? ഉസ്താദ് ബാദുഷാ ഖാൻ.
അപ്പം അവിടുന്നാണ് അതേപോലെ മറ്റൊരു പുലി ഉണ്ടായിരുന്നു. ഞാൻ പഠിച്ചിരുന്നത് ഞാൻ കോഴിക്കോട്, എൻ്റെ വീട് കോഴിക്കോടാണ്. ഞാൻ കോഴിക്കോടായിരുന്നു. കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി സാറിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് ഞാൻ പഠിച്ചു തുടങ്ങുന്നത്, ബാലപാഠം പഠിച്ചു തുടങ്ങുന്നത്. പിന്നെ അതിനുശേഷം അരങ്ങേറ്റമെല്ലാം കഴിഞ്ഞു. പിന്നീട് പാലാ CK രാമചന്ദ്രൻ എന്ന് പറഞ്ഞ ഒരു സംഗീതജ്ഞൻ്റെ അടുത്താണ് ഞാൻ ഏറെ കാലം പഠിച്ചത്. ഏറ്റവും അവസാനം ഞാൻ ആറ്റുവാശ്ശേരി മോഹനപിള്ള സാറിൻ്റെ അടുത്താണ് ഏറ്റവും അവസാനം മാസങ്ങൾക്ക് മുമ്പേ പഠിച്ചുകൊണ്ടിരുന്നത്. ഈ കേരള വിഷനിലേക്ക് എത്തിയ ശേഷം പിന്നെ എനിക്ക് ക്ലാസ്സുകളിലൊന്നും പോകാൻ പറ്റിയിട്ടില്ല. അപ്പം ഇനിയിപ്പം വീണ്ടും അതിലേക്കൊന്ന് ഓൺലൈനായിട്ടെങ്കിലും അത് തുടങ്ങാനുള്ളൊരു പരിപാടികളിലേക്കൊക്കെ പോകുന്നുണ്ട്. എന്തായാലും സംഗീതം എപ്പോഴും ഉള്ളിലുണ്ട്, സംഗീതം കൊണ്ടു നടക്കുന്നു. സംഗീതം എന്ന മഹാസാഗരത്തിൻ്റെ മുന്നിൽ പകച്ചു നിൽക്കുന്ന ഒരു കുട്ടി മാത്രമാണ് ഇപ്പോഴും ഞാൻ. ഇനിയും കേട്ടിട്ടുണ്ട് ഇത് കുറെ കേട്ടിട്ടുണ്ട്. കളാസ് എന്തായാലും ഒരു സെമി ക്ലാസിക്കൽ അടിക്കേ. അയ്യോ, സെമി ക്ലാസിക്കൽ, നമുക്കെന്നാ ഒരു സെമി ക്ലാസിക്കലിലേക്ക് പോവാം. നമുക്ക് മലയാളത്തിൽ തന്നെ ഇഷ്ടം പോലെ സെമി ക്ലാസിക്കൽ ഉണ്ട്. അപ്പം നമുക്ക് ഏകദേശം പരിചിതമായിട്ടുള്ളൊരു സെമി ക്ലാസിക്കൽ ആയിരിക്കും. ഇതൊരു സെമി ക്ലാസിക്കൽ വിഭാഗത്തിൽ വരുന്നതാണ്, എന്നാലും കേട്ട് പരിചയമാകുമ്പോൾ എല്ലാവർക്കും പരിചയമുള്ളൊരു പാട്ടാണ്. സമയമിത പൂർവസായാഹ്നം അമൃതം ശിവമയ സംഗീതം ഹരിപദമനാദി സോപാനം അനഘ സുഹൃതമീശ്വര ഹൃദയം എന്നന്തരാത്മാവിൻ നിന്നാത്മസല്ലാപം ഈ ജന്മം സമ്പൂർണം ദേവി. സമയമിത പൂർവസായാഹ്നം അമൃതം ശിവമയ സംഗീതം ഹരിപദമനാദി സോപാനം അനഘ സുഹൃതമീശ്വര ഹൃദയം. അടിപൊളി കാളിദാസ. ഓണം സമൃദ്ധമാക്കാൻ നമ്മുടെ തുടക്കം കാളിദാസൻ നിർവഹിച്ചിരിക്കും. അവിടെ കൈയടിക്കാൻ ആരുമില്ലേ? നമിത ഒന്ന് എഴുന്നേറ്റ് കൈയടിച്ചേ. ഇവിടെ ഉണ്ട് എല്ലാരും കൈയടിക്കാൻ ഒരു മടിയാ, അല്ലെങ്കിലും കൂടെ ഉള്ളവരെ പ്രോത്സാഹിപ്പിക്കാൻ ആർക്കും അല്ലേ. വേറെ ആരുണ്ട് അവിടെ? ഭദ്ര ഉണ്ടായിരുന്നല്ലോ. ഭദ്രയുണ്ട്. ഒന്ന് എഴുന്നേറ്റ് കൈയടിച്ചേ. അടിപൊളി. വരട്ടെ കയ്യടി ഒച്ചത്തിൽ വരട്ടെ. കാവ്യുണ്ട് ഇവിടെ, കൈയടിക്കുന്നുണ്ട്. കാവ്യ കൊടു. എല്ലാരും ഉണ്ട്. നമ്മള് മോർണിംഗിലുള്ള എല്ലാരും ഇവിടെ ഉണ്ട്. എല്ലാരും ജോലി തിരക്കണം. കാവ്യ ഒരു പാട്ട് പാടുവോ? കാവ്യ ഇപ്പൊ ഒരു പാട്ട് പാടും. ഒരു പാട്ട് എന്നാലും ഒരു രണ്ടുപേരെയൊക്കെ പാടാം അല്ലേ? ഇത് ഒരു പാടാം. കാവ്യക്ക് പാടാം. പേരൊന്നും അനർത്ഥമാക്കണ്ടേ? അതെ, ഞാൻ പാട്ട് പാടാറില്ല. പാടിക്കോ, ധൈര്യമായിട്ട് പാടിക്കോ. ഇന്നല്ലേ പാടാൻ പറ്റുള്ളൂ. പാട്ട് വേണോ? പാട്ട് പറഞ്ഞു കൊടുക്കണമെന്ന്. ഞാൻ പാടുന്നു. നമുക്ക് അടുത്ത ലൈവിലേക്ക് പോകുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു ഫിജി. ശരി കാവ്യ, എന്തായാലും ഓണാശംസകൾ നേർന്നോ കാളിദാസൻ? എന്തായാലും ഏവർക്കും, നമ്മുടെ എല്ലാ പ്രേക്ഷകർക്കും ഐശ്വര്യത്തിന്റെയും സമ്പദ് സമൃദ്ധിയുടെയും നല്ലൊരു ഓണാശംസ നേരുന്നു. ഓക്കെ കാളിദാസ, സന്തോഷമായി. ഓക്കെ.